അഡ്വക്കേറ്റ് വി രാജേഷ് എന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ഇപ്പോൾ അമേരിക്കയിലാണ്. അദ്ദേഹം ചുമതലയേറ്റ ഉടൻ അദ്ദേഹത്തെ ഫൊക്കാന ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ചു. എന്നാൽ പിന്നീട് തിരക്ക് കാരണം അദ്ദേഹം ഒഴിവാക്കാൻ നോക്കി. എന്നാൽ അമേരിക്കയിലെ ചില മേയർമാരടക്കം രാജേഷിനോട് സംസാരിക്കാൻ താല്പര്യം കാണിക്കുകയും തിരുവനന്തപുരം കോർപ്പറേഷനെ പുതിയ ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകൾക്കായി ഇത് മാർഗമായി മാറും എന്നുറപ്പായപ്പോഴാണ് രാജേഷ് അമേരിക്കയ്ക്ക് പോയത്. അമേരിക്കയിൽ നിന്ന് രാജേഷ് ഒരു കുറിപ്പ് ഇങ്ങനെ എഴുതി: കഴിഞ്ഞ 3 ദിവസമായി അമേരിക്കയിലെ വിവിധ മേഖലകളിലുള്ളവരുമായുള്ള കൂടിക്കാഴ്ചകൾ തുടരുകയാണ്. ഇന്ന് രാവിലെ മസൂറി സിറ്റി മേയർ റോബിൻ എലക്കാട്ടിലും അദ്ദേഹത്തിലെ ടീം അംഗങ്ങളും ഉദ്യോഗസ്ഥരും അടങ്ങുന്നവരുമായി ദീർഘനേരം വിവിധ വിഷയങ്ങൾ ചർച്ച നടത്തി. ചർച്ചകൾക്കായി വളരെ വലിയ തയ്യാറെടുപ്പുകളാണ് കോർപ്പറേഷൻ അധികൃതർ നടത്തിയത്. മാലിന്യ സംസ്കരണം, നായ സംരക്ഷണം, IT എന്നിവയിലായിരുന്നു പ്രധാനമായും കേന്ദ്രീകരിച്ചത്. ഇന്ന് ഡോഗ് ഷെൽട്ടർ സന്ദർശിച്ചു. നാളെ വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാന്റും ട്രാൻസ്പോർട്ടിംഗ് ട്രക്കുകളുമൊക്കെ കാണും. തിരുവനന്തപുരത്തെ IT ഡെവലപ്മെന്റ് മസൂറി IT ടീമിന് മുമ്പാകെ വിശദീകരിച്ചു. ഒപ്പം തിരുവനന്തപുരവും മസൂറി സിറ്റികളും ചേർന്ന് IT കൊളാബറേഷൻ ഏതൊക്കെ മേഖലകളിൽ സാധിക്കുമെന്ന് പ്രാഥമിക ചർച്ചകൾ നടത്തി. മുഖ്യമന്ത്രിയുമായും സംസ്ഥാന IT മന്ത്രിമാരുമായി ചർച്ചകൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഞായറാഴ്ച വൈകുന്നേരം വരെ ഇത്തരത്തിൽ കൂടിക്കാഴ്ചകൾ തുടരും. സത്യം പറഞ്ഞാൽ രാജേഷിന്റെ സന്ദർശനത്തെക്കുറിച്ച് കൗതുകത്തോടു കൂടിയാണ് ഞാൻ അന്വേഷിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ രാജേഷിന്റെ കാര്യത്തിൽ കേരളീയ സമൂഹത്തിന് പ്രത്യേകിച്ചൊരു താല്പര്യം ഉള്ളതുകൊണ്ടാണ് ആ താല്പര്യത്തിന്റെ ഭാഗമായി അന്വേഷണം നടത്തിയത്. രാജേഷ് അമേരിക്കയിലെത്തി 3-4 ദിവസം കൊണ്ട് നേടിയെടുത്ത കാര്യങ്ങളുടെ വിശദാംശങ്ങൾ കേട്ടപ്പോൾ നാണിച്ച് തലകുനിക്കേണ്ടത് നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് ദൂർത്തടിച്ച് ഭാര്യയെയും മക്കളെയും കൊച്ചുമക്കളെയുമായി അമേരിക്കയിൽ പലവട്ടം ചുറ്റിക്കറങ്ങിയ പഴയ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയൻ എത്ര തവണ അമേരിക്കയ്ക്ക് പോയി, എത്ര തവണ വിദേശ രാജ്യങ്ങളിൽ പോയി. അവിടെ നിന്നൊക്കെ മടങ്ങുമ്പോൾ വലിയ നിക്ഷേപങ്ങളുടെ കണക്ക് പറയും. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടാണ് റൂം ഫോർ റിവർ എന്നുള്ള വാചകമടിയൊക്കെ. പക്ഷെ 1 രൂപയുടെ നിക്ഷേപം എത്തിച്ചിട്ടില്ല. വെള്ളപ്പൊക്കവും മാലിന്യവും അടക്കമുള്ള ഒരു വിഷയത്തിനും പരിഹാരവും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഖജനാവിലെ പണമെടുത്ത് ദൂർത്തടിച്ചു. എന്നാൽ 1 രൂപ പോലും കോർപ്പറേഷന് ഫണ്ട് എടുക്കാതാണ് വി രാജേഷ് അമേരിക്കയ്ക്ക് പോയത്. രാജേഷിൻ്റെ സന്ദർശന ചെലവെടുത്തത് ഫൊക്കാനയാണ്. അവിടെ നിന്ന് രാജേഷ് വിവിധ സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കാൻ പോകുമ്പോൾ ചെലവെടുക്കുന്നത് പോകുന്നിടത്തെ മലയാളി കൂട്ടായ്മകളാണ്. നിരവധി മലയാളി പരിപാടികളിൽ പങ്കെടുത്തു. ഒപ്പം 3ഓളം മേയർമാരെ കണ്ടു. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്തേക്ക് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എത്തിക്കാനുള്ള പല കൂടിയാലോചനകളും നടത്തിയെന്നതാണ്. ഒരു കോർപ്പറേഷൻ മേയർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല വി രാജേഷ് ചെയ്തത്. അത് രാജേഷ് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. I want to thank Mayor Rajesh for being here. He's actually from my hometown. So we got 2 mayors of the same city, but in opposite side of the world. So today I was able to put staff together where he wanted certain information about animal control and then also waste management. So as you can see, we have our GFL who's through our contract with our city. So I was able to put them together, and then we have our IT, we have our city secretary, we have our neighborhood services, all of these people here today to kind of give him idea about how our policies and procedures work within those domain areas, but also to give him a tour of Missouri City, especially in the animal control. And hopefully, if this partnership works out well, some of us will be able to visit with him in his city and to kind of further expand what we're thinking of. But also, I've have tasked our city secretary Crystal with the opportunities to perhaps pair as a sister cities and how that benefit would look for Missouri City as well as Trivandrum. And I just want to say thank you for coming and congratulations. Within 5 to 6 months of being there, he has really taken out of traveling across 7 seas to get to US and then looking at these type of infrastructures that we have here. So we look forward to having you and we welcome you to Missouri City. At the same time, Mr. Mayor Rajesh, I know that you are trying to change Thiruvananthapuram upside down. You want to do a lot of stuff. But why you wanted to know just about waste management and animal control, those kind of stuff?
Before becoming mayor, also I have heard a lot of regarding the Missouri city, and they are very well and very scientifically managing the animals, and especially the stray dogs, where they are very well managed. I would like to see visit the shelter and the style of management of them in that aspect also. And I think that in the aspect of waste management system also, Missouri city is doing very well. The second one I would like to discuss in between the honorable mayor and the team, that Kerala, especially my city, Trivandrum city, is very fast developing in the IT sector, and we would like to discuss collaboration of these two cities. It will be benefited to both. I would like to express my sincere thanks to the entire team of Missouri City for arranging such a meeting. Okay. Already. Thank you. Thank you so much. Thank you. രാജേഷ് ഇപ്പോൾ അമേരിക്കയിൽ പോയി കൊടുത്ത വാക്കുകൾ പലതും പാലിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ കൂടി സഹകരിക്കണം. അവിടെ നിന്ന് തന്നെ മുഖ്യമന്ത്രിയെ വിളിച്ചെന്നും സംസ്ഥാനത്തിന് ഗുണം ചെയ്യുന്ന എന്ത് പരിപാടിയുമായി ധൈര്യമായി മുമ്പോട്ട് പോയിക്കോളൂ, അനുമതി നൽകാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞെന്നും രാജേഷ് എന്നോട് പറയുകയുണ്ടായി. അതിന് കാരണം തെരുവ് നായകളെ നിയന്ത്രിക്കുന്നതും വേസ്റ്റ് മാനേജ്മെൻറ്റും ഒക്കെ ചർച്ച ചെയ്യുകയും പല കോർപ്പറേഷനുകളുമായി പലതരത്തിലുള്ള സാധ്യതകൾ ആലോചിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും രാജേഷ് ഇടപെട്ട രണ്ട് സുപ്രധാനമായ കാര്യങ്ങളാണ്. ഒന്ന്, IT മേഖലയിൽ തിരുവനന്തപുരത്തോട് സഹകരിക്കാൻ താല്പര്യമുള്ള നിരവധി സംരംഭകരെയും നിരവധി അധികാരികളെയും രാജേഷ് കണ്ടുമുട്ടി. AI-യിൽ ഇന്ത്യ വലിയ നേട്ടം കൈവരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഗുണം ഷെയർ ചെയ്യാൻ അവിടെയുള്ള വലിയ IT കമ്പനികൾ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരത്തിന് അതിനുള്ള സാധ്യത അവർ ആരാഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ AI മേഖലയിൽ വിദേശ കമ്പനികളുമായി സഹകരിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ അവരുമായി പ്രാഥമിക ചർച്ച നടത്തിയിരിക്കുകയാണ് രാജേഷ്. അത് പൂർത്തിയാകണമെങ്കിൽ ഇവിടെ വ്യവസായ IT മന്ത്രി മുഖ്യമന്ത്രിയുമൊക്കെ സഹകരിക്കണം. സംസ്ഥാന സർക്കാർ വിദേശത്ത് പോയി കൊണ്ടുവരുന്ന നിക്ഷേപം രാജേഷ് പോയി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം. തിരുവനന്തപുരം കേരളത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അതിനോട് യെസ് പറയും എന്ന് വിശ്വസിക്കുകയാണ്. ആ ഉറപ്പ് കിട്ടിയിരിക്കുകയാണ് രാജേഷിനെ സംസ്ഥാന സർക്കാരിൽ നിന്നും. അങ്ങനെ സംസ്ഥാന സർക്കാരിനോടും സഹകരിച്ചുകൊണ്ടാണ് രാജേഷ് മാറ്റങ്ങൾക്ക് ഒരുങ്ങുന്നത്. ഇതിലേറെ ത്രില്ലോടെ രാജേഷ് പറയുന്നത് തിരുവനന്തപുരത്ത് വിളപ്പൻശാലയിൽ കോർപ്പറേഷൻ ഉടമസ്ഥാവകാശത്തിൽ വെറുതെ കിടക്കുന്ന ഭൂമിയുടെ ഉപയോഗത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ വേസ്റ്റൊക്കെ ആ ഭൂമിയിൽ കൊണ്ടിട്ട് നിർമ്മാർജ്ജനം ചെയ്യാനായിരുന്നു പഴയ കോർപ്പറേഷൻ ഭാരവാഹികളുടെ ആലോചന. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും അതിന് അനുമതി കൊടുത്തു. എന്നാൽ നഗരത്തിൻ്റെ മാലിന്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് വെളുപ്പൻശാലയിലെ ജനങ്ങൾ ഒരുമിച്ച് തെരുവിലിറങ്ങിയപ്പോൾ ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു. ഇപ്പോൾ ആ ഭൂമി മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ്. അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോടെ ഡോക്ടർ MV പിള്ളയുമായി ചേർന്ന് ക്യാൻസർ ഗവേഷണത്തിനും പരിശോധനകൾക്കുമുള്ള ഒരു മയോ ക്ലിനിക് മോഡൽ സെൻറ്റർ തുടങ്ങാനാണ് രാജേഷ് ചർച്ചകൾ നടത്തിയത്. ഡോക്ടർ MV പിള്ളയെ നമുക്കറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയനെ അമേരിക്കയിൽ ക്യാൻസർ ചികിത്സയ്ക്ക് കൊണ്ടുപോയിരുന്നത് ഡോക്ടർ MV പിള്ളയാണ്. നമ്മുടെ പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലികാ സുകുമാരൻ്റെ സഹോദരനാണ്. അദ്ദേഹം അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധനായ ഓങ്കോളജിസ്റ്റുകളിൽ ഒരാളാണ്. മയോ ക്ലിനിക് എന്ന ലോകപ്രസിദ്ധമായ സ്ഥാപനത്തിലെ സുപ്രധാന പദവി വഹിക്കുന്ന ഡോക്ടറാണ്. ഡോക്ടർക്ക് കേരളത്തിലും മയോ ക്ലിനിക്കിൻ്റെ സഹകരണത്തോടെ, മയോ ക്ലിനിക്കിന് ഉടമസ്ഥാവകാശമില്ല, മയോ ക്ലിനിക്കിലെ വിദഗ്ധരുടെ സഹായത്തോടെ ഡോക്ടർ MV പിള്ള തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ ആഗ്രഹമുണ്ട്. അതായത് രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും രാജ്യത്തിന് പുറത്തു നിന്നും മയോ ക്ലിനിക്കിലേക്ക് പരിശോധനയ്ക്ക് പോകുന്നത് പോലെ തിരുവനന്തപുരത്തേക്ക് പരിശോധനയ്ക്ക് എത്തുന്ന ഒരു വലിയ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിനെക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ പൂർത്തിയാക്കി എന്നാണ് രാജേഷ് പറഞ്ഞത്. ഈ വരുന്ന സെപ്റ്റംബറിൽ ഡോക്ടർ MV പിള്ള ഇവിടെ എത്തിയാൽ മാർച്ച് വരെ ഇവിടെ ഉണ്ടാകുമെന്നും ഈ കാലയളവിൽ വിളപ്പൻശാലയിൽ ഇങ്ങനെ ഒരു സെൻറ്റർ തുടങ്ങാനുള്ള പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കാം എന്നുമാണ് ഇപ്പോഴുള്ള ധാരണ. ഇത് ഔദ്യോഗിക ധാരണയാവണം. സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണം വേണം, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. അങ്ങനെ രാജ്യത്തെ ഏറ്റവും മികച്ച ക്യാൻസർ റിസർച്ച് സെൻ്ററുകളിൽ ഒന്നായി തിരുവനന്തപുരത്തെ മാറ്റാനുള്ള വമ്പൻ പദ്ധതിയുടെ പ്രാഥമിക ചർച്ചയാണ് രാജേഷ് പൂർത്തിയാക്കിയത്. അത് പട്ടി ചന്തയ്ക്ക് പോയതുപോലെ ഖജനാവിലെ പണം മുടക്കി പിണറായിയും മക്കളും കൊച്ചുമക്കളും അമേരിക്ക കണ്ട് മടങ്ങിയതുപോലല്ല ഒരു രൂപ പോലും ഖജനാവിൽ നിന്ന് എടുക്കാതെ VV രാജേഷ് അമേരിക്കയ്ക്ക് പോയത്. രാജേഷ് ഈ ഞായറാഴ്ച തിരിച്ചു വരുമ്പോൾ തിരുവനന്തപുരം നഗരത്തിന് ഒരുപാട് മാറ്റങ്ങൾക്കുള്ള തുടക്കമാവും.